എസ് രഞ്ജിത്ത്, ഇപ്പോൾ നേരത്തെ DCC പ്രസിഡന്റ് സംസാരിച്ചതിൽ വ്യക്തത കുറവുണ്ടായിരുന്നു. IC ബാലകൃഷ്ണൻ പറയുന്നതിലും കാര്യങ്ങൾ വ്യക്തമല്ല. SP ക്ക് പരാതി നൽകുമെന്നൊക്കെ അദ്ദേഹം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊരു സമഗ്ര അന്വേഷണം നടത്തുക, വസ്തുതകൾ പുറത്തു വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ വിജയൻ പണം വാങ്ങിയത് IC ബാലകൃഷ്ണന് വേണ്ടിയാണെങ്കിൽ അത് എന്തിനുപയോഗിച്ചു, ഈ പണം എവിടെ പോയി, ഇനിയും ആരിൽ നിന്നൊക്കെ പണം വാങ്ങിയിട്ടുണ്ട്. പരാതിക്കാർ നേരിട്ട് രംഗത്ത് വന്നാൽ മാത്രമേ ഒരുപക്ഷെ അതൊക്കെ വെളിപ്പെടുകയുള്ളൂ. അതിനിടയിൽ ഒത്തുതീർപ്പ് ചർച്ചകളും നടക്കുന്നു. പണം തിരികെ നൽകാം അല്ലെങ്കിൽ ജോലി നൽകാം എന്നൊക്കെ വാഗ്ദാനവും ഇതിനിടയിൽ, അതായത് അദ്ദേഹം മരണക്കിടക്കയിലായിരുന്ന സമയത്ത് പോലും അത്തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. പിന്നെ IC ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. കോൺഗ്രസിനകത്തുള്ള ഈ പറയുന്ന പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് വഴക്കുമാണ് ഇത്തരത്തിലൊരു ആരോപണം പുറം ലോകം പറയാൻ കാരണം. പക്ഷേ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം പരിശോധിച്ചാൽ അത് 3 ബാങ്കുകളുമായി ബന്ധപ്പെട്ട നിയമനമാണ്. ഈ 3 ബാങ്കുകളും കോൺഗ്രസിന്റെ അധികാരത്തിലുള്ള ഭരണസമിതിയാണ് ഭരിക്കുന്നതാണ്. മടക്കിമലയിലാണെങ്കിലും അതുപോലെ പൂതാടിയിലാണെങ്കിലും സുൽത്താൻ ബത്തേരിയിലാണെങ്കിലും ഈ 3 ബാങ്കുകളും കോൺഗ്രസ് ഭരണസമിതി ഭരിക്കുന്ന ബാങ്കുകളാണ്. ഈ ബാങ്കുകളിൽ നിയമനം നടത്താൻ വേണ്ടിയാണ് പണം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൽ DCC പ്രസിഡന്റായിരുന്ന IC ബാലകൃഷ്ണന് ഒരു പങ്കുമില്ല എങ്കിൽ ആർക്കാണ് ഈ പണം എത്തിയിട്ടുള്ളത് എന്ന് പറയണം. അത് ബാങ്കിന്റെ ഭരണസമിതിയാണോ, അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ ബാങ്കിന്റെ ഭരണസമിതിയെ സ്വാധീനിച്ച് അവിടെ നിയമനം നടത്താനുള്ള അധികാരമുള്ള നേതാവ്? ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തുവിട്ടാണ് IC ബാലകൃഷ്ണൻ ഈ ആരോപണങ്ങളിൽ നിന്ന് മുക്തനാവേണ്ടത്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ SP ക്ക് പരാതി കൊടുത്താൽ അന്വേഷണമാണ് നടക്കേണ്ടത്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള 2 ഡോക്യുമെന്റുകൾ പ്രകാരവും അന്വേഷണവും ആരോപണവും നീളുന്നത് IC ബാലകൃഷ്ണനിലേക്കാണ്. സ്വാഭാവികമായിട്ടും അതിൽ കുറ്റവിമുക്തനാവാനുള്ള എല്ലാ രേഖകളും ഹാജരാക്കി ഇതിൽ മറുപടി പറയാനും ഉത്തരവാദിത്തം IC ബാലകൃഷ്ണനുണ്ട്. നമുക്ക് മുന്നിൽ വന്നിട്ടുള്ള 2 രേഖകൾ, ഒന്ന് നേരത്തെ സാനിയ സൂചിപ്പിച്ച ഒരു എഗ്രിമെന്റ് ആണ്. അത് ഈ ബാങ്കിൽ, ഈ 3 ബാങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ ജോലി നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് 30 ലക്ഷം രൂപ NM വിജയം കൈപ്പറ്റിയതാണ്. അങ്ങനെ കൈപ്പറ്റിയത് IC ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ആ ഡോക്യുമെന്റിൽ പറയുന്നുണ്ട്. ഒരു പക്ഷേ IC ബാലകൃഷ്ണൻ അറിയാതെ ഉണ്ടാക്കിയ ഡോക്യുമെന്റ് ആണെങ്കിൽ ഈ പണം നൽകി ആരാണ് അവിടെ നിയമനം നടത്താനുള്ള ഒരു അധികാരി? അത് NM വിജയൻ അങ്ങനെ നിയമനം നടത്താൻ പറ്റുമോ? ഒരു DCCയുടെ ട്രഷറർ മാത്രമായിട്ടുള്ള NM വിജയൻ ഒരിക്കലും ഒരു ബാങ്കിന്റെ നിയമനം നേരിട്ട് നടത്താൻ പറ്റില്ല. അപ്പോൾ ആരാണ് ഈ 3 ബാങ്കുകളുടെയും മൊത്തത്തിലുള്ള നിയമന അധികാരിയായി അല്ലെങ്കിൽ നിയമന നിയന്ത്രണം ഉണ്ടായിരുന്ന നേതാവ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് NM വിജയൻ തന്നെ KPCCക്ക് കൊടുത്തിട്ടുള്ള കെ സുധാകരന് കൊടുത്തുള്ള പരാതിയാണ്. ഈ പരാതിയിലും IC ബാലകൃഷ്ണന്റെ പേരുണ്ട്. ഈ 2 ഡോക്യുമെന്റിലും ഒരുപോലെ പേര് വരുന്ന ഒരു നേതാവ് എന്ന രീതിയിലാണ് ഇപ്പോൾ ആരോപണത്തിന്റെ മുന IC ബാലകൃഷ്ണനിലേക്ക് നീങ്ങുന്നത്. സ്വാഭാവികമായിട്ടും അടിസ്ഥാനപരമായി അല്ലെങ്കിൽ പ്രാഥമികമായി അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിൽ പ്രതിസ്ഥാനത്തിപ്പോൾ IC ബാലകൃഷ്ണൻ തന്നെയാണ്. കുടുംബം എന്തു പറയുന്നു എന്നുകൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. കാരണം ഇക്കാര്യത്തിൽ കുടുംബത്തിന് പരാതിയുണ്ട്. ഒരു കുടുംബ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിലല്ല 73-കാരനായിട്ടുള്ള NM വിജയൻ മരിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. അദ്ദേഹത്തിന് വ്യക്തിപരമായി കടബാധ്യതകളുണ്ടോ എന്ന കാര്യത്തിലും കുടുംബമാണ് പറയേണ്ടത്. പക്ഷേ 7 പേരിൽ നിന്നാണ് ഈ 3 ബാങ്കുകളിലായി നിയമനം നടത്താൻ പണം വാങ്ങിയിട്ടുള്ളത്. ഈ 7 പേരും NM വിജയനെ മാനസിക സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് എന്നുമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം.